കോയമ്പത്തൂരിൽ 10 വയസ്സുകാരി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ഈ സംഭവം അങ്ങേയറ്റം ഭയാനകമാണെന്ന് മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. കോയമ്പത്തൂരിനടുത്ത് സുലൂരിൽ 10 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ കാർത്തിക്, മോഹൻരാജ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. അയൽവാസി കൂടിയായ മുഖ്യപ്രതി കാർത്തിക് കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതായി സമ്മതിച്ചു. വ്യാഴാഴ്ചയാണ് സംഭവം. സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോയ പെൺകുട്ടിയെ പ്രതികൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ കണ്ണമ്പാളം തടാകത്തിന് സമീപം പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് കാർത്തികിനെ വളഞ്ഞു. കെട്ടിടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച കാർത്തികിന്റെ വലതു കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ട്. അതിനിടെ നീതി തേടി പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും സുലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. നൂറുകണക്കിന് വിദ്യാർത്ഥികളും ജനങ്ങളും റോഡ് ഉപരോധിച്ചു. അന്വേഷണം വിലയിരുത്തുന്നതിനായി തമിഴ്നാട് DGP സന്ദീപ് റായ് റാത്തോർ കോയമ്പത്തൂരിലെത്തി. ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിക്കുന്നതുവരെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞത്. മുഖ്യമന്ത്രി വിജയ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇത്തരം സംഭവങ്ങൾ വച്ചുപൊറുപ്പിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങേയറ്റം ദുഃഖവും ഞെട്ടലുമുണ്ടാക്കിയ സംഭവമാണ് നടന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഇത്തരം കടുങ്കൈകൾ ചെയ്യുന്നവർക്ക് നിയമത്തിന് മുന്നിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനോടകം സർക്കാരിനെതിരെ DMK രംഗത്ത് വന്നിട്ടുണ്ട്. ക്രമസമാധാന നില തകർന്നതായി അവർ ആരോപിച്ചു. വിജയ് സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം നടന്ന ആദ്യ ക്രമസമാധാന പ്രശ്നമാണിത്. പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകുമെന്ന TVKയുടെ പ്രധാന വാഗ്ദാനം നടപ്പായില്ലെന്നും അവർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.